ഈ ഇടതുപക്ഷ സംഘടന എപ്പോഴും ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു പാർട്ടിയാണ് ഈ CPM-ഉം CPI-ഉം ഒക്കെ. The soul of royal art, Kairali Jewelers. അവർക്ക് വലിയ രാഷ്ട്രീയത്തെ പറ്റി വലിയ അറിവ് ഒന്നും തന്നെ ഇല്ല. ഇപ്പോൾ എല്ലാ കാര്യത്തെപ്പറ്റി എല്ലാം അറിയണമെന്നുമില്ല. ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അതിനെപ്പറ്റി കുറച്ച് ഗ്രാഹ്യം വേണം, അതിനെപ്പറ്റി കുറച്ചൊരു പഠിത്തമൊക്കെ നടത്തി കുറച്ച് കണ്ടുപിടുത്തമൊക്കെ നടത്തിയിട്ട് വേണം നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ. പക്ഷേ DYFIക്കോ അല്ലെങ്കിൽ ഈ CPM-നോ ഒന്നും അങ്ങനത്തെ അവർക്ക് ഈ വായനയോടൊക്കെ വലിയ അലർജിയാണ്. അവർക്ക് ഈ ക്യാപ്സ്യൂളുകൾ ഉണ്ടാക്കാനാണ് അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. അങ്ങനെയാണ് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ വേദിയിൽ തന്നെ ഒരൊറ്റ ആളുകൾ പോലും ഇല്ലാത്ത സാഹചര്യം നമ്മൾ കണ്ടതാണ്. അവസാനം ഗോവിന്ദൻ മാഷിൻ്റെയൊക്കെ, അതായത് MV ഗോവിന്ദൻ്റെയൊക്കെ പരിപാടിയിലൊക്കെ പൈസ കൊടുത്ത് ബംഗാളികളെ വരെ പാർട്ടിക്ക് റിക്രൂട്ട്മെന്റ് നടത്തേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടായ ഒരു അവസ്ഥ നമ്മൾ കണ്ടതാണ്. നിലവിൽ ഇപ്പോൾ ഇവരുടെയൊക്കെ ഈ മാതൃസംഘടനയായ DYFI, അത് ഏറ്റവും വലിയൊരു കോമഡിയാണ് DYFI എന്ന് പറയുന്നത്. DYFI വെച്ചിട്ടൊരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ മലയാള ഇൻഡസ്ട്രിയിൽ തന്നെ ബ്ലോക്ക് സ്റ്റാർ ആയിട്ട്, അതായത് ഒരു അവരുടെ ഈ വലിയൊരു ഹിറ്റ് ബഡ്ജറ്റ് ചിത്രമായി തന്നെ മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഇതാ DYFIയുടെ സമ്മേളനത്തിലൊന്നും തന്നെ ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കാറില്ല. സാമാന്യ തലയ്ക്ക് ബോധമുള്ള ഒരു മനുഷ്യൻ DYFIയുടെ ഒരു പരിപാടിയിലും പോയി ചെന്ന് തല വയ്ക്കാറില്ല. പിന്നെ ആകപ്പാടെയൊക്കെ പോകുന്നത് ഈ കോളേജിലൊക്കെ ഇരിക്കാൻ താല്പര്യമില്ലാത്ത ക്ലാസ് കട്ട് ചെയ്ത് കുറെ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെന്ന് DYFIയുടെ അടുത്ത് വന്നിരിക്കും. അതാകുമ്പോൾ ഒരു 60 രൂപയുടെയൊക്കെ അല്ലെങ്കിൽ 80 രൂപയുടെയൊക്കെ ഒരു ബിരിയാണിയൊക്കെ ഓഫർ ചെയ്യുമ്പോൾ ഇവന്മാരങ്ങ് പൊക്കോളും. ഇപ്പോൾ DYFI ആളെ കൂട്ടാൻ വേണ്ടി ഒരു മഹാവൃത്തികെട്ട ഒരു അശ്ലീലമായ ഒരു പരിപാടിയാണ് ഇവർ കാണിച്ചത്. അതായത് DYFI സംസ്ഥാന സമ്മേളന വേദിയിൽ അശ്ലീല ഡ്രാമ പ്രകടനമാണ് DYFI ഇപ്പോൾ കാണിച്ചത്. ആ വീഡിയോ ഞാൻ സൈഡിൽ കൂടെ കാണിക്കാം. അതിൽ ഒരു പെൺകുട്ടി, അത് ആണാണോ അതോ പെൺവേഷം കെട്ടി വന്നതാണോ എന്നറിയില്ല, താഴെ ഒരു ചെറിയൊരു ഷോർട്സും പിന്നെ ദേഹത്ത് ചെറിയൊരു തുണിയൊക്കെ ഇട്ട് മറിച്ചുണ്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതായത് ഇവിടെ എന്തോ ഭാരതത്തിൽ എന്തോ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലെന്നോ, ദേഹത്ത് എന്തൊക്കെ കുറെ വെള്ളം കോരി ഒഴിക്കുന്നു, തൊട്ട് സമീപത്ത് ഒരാളൊരു കോസ്റ്റ്യൂമൊക്കെ ഇട്ട് നിൽക്കുന്നു. ആ കോസ്റ്റ്യൂം കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഈ കോസ്റ്റ്യൂമൊക്കെ സാധാരണ ഈ പോപ്പുലർ ഫണ്ടുകാരൊക്കെയാണ് അവർ ഇങ്ങനെയൊക്കെ മാർച്ചൊക്കെ നടത്തുമ്പോഴൊക്കെയാണ് അവർ ഇങ്ങനത്തെ ഒരു കോസ്റ്റ്യൂമൊക്കെ ഇടുന്നത്. കൂടാതെ അവരുടെ കയ്യിൽ ഈ ദണ്ട്, അത് ഇരുമ്പ് പോലത്തെ ഒരു കമ്പ് പോലത്തെ ഉണ്ട്. ഇതൊക്കെ സാധാരണ ഞാൻ പോപ്പുലർ ഫണ്ടുകാരുടെ കയ്യിലാണ് ഇങ്ങനെയൊക്കെ കാണാറുള്ളത്. എന്താണ് അത് കാണിക്കുന്നുള്ളത് ഒന്നും മനസ്സിലായിട്ടില്ല. ഇപ്പോൾ ഇനി ഭാരതത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ല എന്നാണോ എന്നൊരു സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ DYFIക്കാർ വേറെ ഏതോ ലോകത്താണ് ഇരിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നരേന്ദ്രമോദിയുടെ അമ്മയൊക്കെ അപമാനിച്ച ഒരു ട്രാൻസ്ജെൻഡറിനെ എത്രയോ ദിവസം കഴിഞ്ഞിട്ടാണ്, അതായത് ഇന്നലെയോടുകൂടിയാണ് നവ്യ ഹരിദാസിന്റെ പരാതിയിൽ മേൽ കോഴിക്കോട് സൈബർ പോലീസ് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിലൊക്കെ വിട്ടത്. അപ്പോൾ നരേന്ദ്രമോദിയെ പോലും, നരേന്ദ്രമോദിയുടെ അമ്മയെ പോലും മാതാവിനെ പോലും എന്തും വിളിച്ചു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ആണ് നമ്മുടെ ഭാരതത്തിൽ ഉള്ളത്. അത് ആവിഷ്കാര സ്വാതന്ത്ര്യം കൂടിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് കുറ്റം പറയേണ്ട കാര്യങ്ങളിൽ നമ്മൾ കുറ്റം പറയുന്നില്ല. എന്നിട്ട് നരേന്ദ്രമോദിയും പ്രധാനമന്ത്രിയെയും, സ്വാഭാവികമായും നമുക്ക് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടായാൽ ഒരു ഇന്ത്യൻ ജനത എന്ന നിലയിൽ നമുക്കത് മോദി അത് ചെയ്തത് ശരിയായില്ല എന്ന് പറയേണ്ട ഒരു മാന്യമായ രീതിയിൽ നമ്മളത് പറയണം. പക്ഷേ മോദിയുടെ അമ്മയും ഒക്കെ ഇതിനൊക്കെ കൊണ്ടുവരേണ്ട യാതൊരു കാര്യവുമില്ല. അപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം നമ്മൾ ഭാരതത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്, അതായത് കൂടുതലായിട്ടും ഉണ്ട്. അതിനുള്ള സ്വാതന്ത്ര്യം നമ്മൾ കൂടുതൽ കൊടുത്തിട്ടുണ്ട് എന്നതിൻ്റെ ഒരു തെളിവാണ് നമ്മൾ ഇന്നലെ ജാൻമണിയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടത്. നിലവിൽ ഇപ്പോൾ അർദ്ധനഗ്നയായ രീതിയിൽ യുവതി പ്രകടനം നടത്തുന്നതിന്റെ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ഈ CPM ഒക്കെ അറിയാം, 100 വർഷത്തോളമായി അവര് CPM-ഉം CPI ഒക്കെ നമ്മുടെ രാജ്യത്തുണ്ട്. പക്ഷേ ഒരു സംസ്ഥാനങ്ങളിലും അങ്ങനെ വലിയ അവർക്കൊരു ഭരണമൊന്നുമില്ല. ആകെ കേരളത്തിലുണ്ടായിരുന്നു, അതങ്ങ് പോയി. അപ്പോൾ DYFIയുടെ ഒക്കെ ഇപ്പോൾ തലപ്പത്തേക്ക് വരുന്നത്, അധ്യക്ഷമായിട്ട് വരുന്നത് ചിന്താ ജെറോമാണ്. അപ്പോൾ ചിന്താ ജെറോം ഇനി ചാർജ് എടുത്ത് കഴിയുമ്പോൾ DYFI കുറച്ചും കൂടി നല്ല കോമഡിയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ DYFI പറയുന്നത് അവരുടെ സംസ്ഥാന സമ്മേളന വേദിയിൽ അവതരിപ്പിച്ച മിസ എന്ന നാടകത്തിന് എതിരെയാണ് ഒരു വിമർശനം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. സ്റ്റേജിൽ ഭഗത് സിംഗും അതോടൊപ്പം തന്നെ കോടിയേരി ബാലകൃഷ്ണൻ എന്നിവരുടെയൊക്കെ ചിത്രങ്ങളുണ്ടായിരുന്നു. അതിന്റെ മുന്നിലാണ് ഈ ഒരു കോപ്രാത്തരം കാണിച്ചു കൂട്ടിയത്. നിരവധി പേരാണ് ഇതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയത്.